BLM, Kerala, Tamil Nadu, Pondicherry. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലടക്കം വിവിധയിടങ്ങളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നത്. പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വീട്ടിലും കൊച്ചിയിലെ CMRL ഓഫീസിലും വീണ വിജയന്റെ ബംഗളൂരിലെ ഓഫീസിലും മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ട് വീട്ടിലും CMRL MD ശശിധരൻ കർത്തയുടെ വീട്ടിലും അടക്കം 12 ഇടങ്ങളിലാണ് ED ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത്. കേസിൽ ED അന്വേഷണം തുടരുമെന്ന ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് നടപടി. പിണറായി വിജയനും മകൾ വീണയും തിരുവനന്തപുരത്തെ വസതിയിലാണുള്ളത്. ED ഉദ്യോഗസ്ഥർ പിണറായിയുടെയും വീണയുടെയും മൊഴി രേഖപ്പെടുത്തുകയാണെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. നിയമപോരാട്ടത്തെ അധികാരം ഉപയോഗിച്ചും പണം ഉപയോഗിച്ചും തടസ്സപ്പെടുത്താനാണ് പിണറായി വിജയൻ ശ്രമിച്ചതെന്ന ED പരിശോധനയ്ക്കിടെ പരാതിക്കാരൻ ഷോൺ ജോർജ് പ്രതികരിച്ചു. കള്ളപ്പണ ഇടപാട് അന്വേഷിക്കേണ്ടത് ED ആണ്. പിണറായി വിജയനും മകളും ഈ കേസിൽ കുറ്റക്കാരാണ്. അവർ കേരളത്തെ വിറ്റു, അതുവഴി കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു. അത് വിദേശത്തേക്ക് കടത്തി. അന്വേഷണം പൂർത്തിയാകുമ്പോൾ പിണറായി വിജയനും മകളും ജയിലിൽ പോകുന്നത് കേരള സമൂഹം കാണുമെന്നും ഷോൺ ജോർജ് കൂട്ടിച്ചേർക്കുകയുണ്ടായി. അതേസമയം ഇതിനിടെ പിണറായി വിജയൻ പിന്തുണയുമായി KU ജനീഷ് കുമാർ രംഗത്തെത്തി. വളഞ്ഞിട്ട് ആക്രമിക്കാനാണ് ഭാവമെങ്കിൽ ജീവൻ കൊടുത്തും സംരക്ഷിക്കുമെന്ന് ജനീഷ് കുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷം പാർട്ടി ആലോചിച്ച് പ്രതികരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതികാര രാഷ്ട്രീയ വേട്ടയാടലിന്റെ ഭാഗമാണ് ED നടപടിയെന്നും ഇതിനെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്നും CPM ജില്ലാ കമ്മിറ്റി അംഗം MK മുരളി പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസമായിരുന്നു CMRL എക്സാലോജിക് കരാറിൽ EDയുടെ അന്വേഷണം തുടരുമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ED അന്വേഷണം തടയണം എന്നാവശ്യപ്പെട്ട CMRL നൽകിയ ഹർജി ഹൈക്കോടതി തള്ളുകയായിരുന്നു. അന്വേഷണം തുടരാൻ അനുവദിക്കണമെന്ന EDയുടെ ആവശ്യം സിംഗിൾ ബെഞ്ച് അംഗീകരിച്ചു. പിണറായി വിജയന്റെ മകൾ വീണ തൈക്കലിലെ കമ്പനിക്ക് മാസപ്പടി നൽകിയെന്ന കേസിലാണ് EDയുടെ അന്വേഷണം. CMRL നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് സേവനം നൽകാതെ 1,72,00,000 രൂപ കൈപ്പറ്റിയെന്ന ആക്ഷേപമാണ് ED അന്വേഷിക്കുന്നത്. സാമ്പത്തിക ഇടപാട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരും എന്നാണ് EDയുടെ വാദം. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.